UDF പ്രതിനിധിയായി ഞാൻ ഈ എടക്കരയുടെ മണ്ണിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായ പേരുള്ള ഒരു സ്ഥാനാർത്ഥി നിങ്ങളുടെ മുന്നിൽ വെക്കാനുണ്ട്. വ്യക്തമായ ഒരു ചിഹ്നം UDFന് നിങ്ങളുടെ വോട്ടർമാരോട് ഈ 24 മണിക്കൂറിനകം പറയാനുണ്ട്. എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന രണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഒരാൾ പറഞ്ഞു, ഒരാളുടെ പാർട്ടി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പുതിയ അധ്യക്ഷൻ വന്നപ്പോൾ മുണ്ടെടുക്കാൻ അറിയാം, അല്ലെങ്കിൽ മലയാളം സംസാരിക്കാൻ അറിയാം. ദൗർഭാഗ്യകരമായി പറയട്ടെ, ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ അറിയാത്ത ഒരു പ്രസിഡന്റ് ആയി പോയി എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു പുതിയ അധ്യക്ഷൻ വന്ന് ഏതാനും ആഴ്ചകൾ കഴിയുമ്പോൾ നടക്കുന്ന അതിപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണോ വേണ്ടോ എന്ന് ഇപ്പോഴും ചിന്തിച്ച് തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരാളാണ് NDAയുടെ പ്രതിനിധി. അതുപോലെ തന്നെ ഒറ്റ കാര്യം കൂടിയും, അതുപോലെ തന്നെ പ്രിയപ്പെട്ട CPMന്റെ പ്രതിനിധി, അദ്ദേഹം ഇവിടെയുള്ള CPMന്റെ പ്രതിനിധികളും അല്ലെങ്കിൽ ആ പാർട്ടിയും ഈ വഴിക്കടവ് മുതൽ നിലമ്പൂർ വരെ നോൽക്കുന്നത് സരിനെങ്ങാനും ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ടോ ഇനി സ്ഥാനാർത്ഥിയാക്കി നിർത്താൻ എന്ന് ചോദിക്കേണ്ട അല്ലെങ്കിൽ അന്വേഷിക്കേണ്ട അവരുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന AK ബാലൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും മരപ്പട്ടിയോ അല്ലെങ്കിൽ ഈനാമ്പേച്ചിയോ പോലെയുള്ള ചിഹ്നം ഇവിടെ നൽകേണ്ടി വരുമോ എന്നുള്ള ആശങ്കയിൽ നിൽക്കുമ്പോൾ UDF ബഹുദൂരം മുന്നിലാണ്. മാസങ്ങൾ കഴിഞ്ഞാൽ ശ്രീ പിണറായി വിജയന്റെ ഈ ഗവൺമെന്റ് താഴെ പോകുമ്പോൾ ആ സർക്കാരിന്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണി അടിക്കുവാനുള്ള ഒരു നിയോഗം കൂടിയാണ് ഈ മാസങ്ങൾക്ക് മുന്നേയുള്ള ഈ തെരഞ്ഞെടുപ്പ്.